പൊളിച്ചു കളഞ്ഞു. താങ്ക് യു എലീന. കണ്ടോ, പ്രോഗ്രാം ഇങ്ങനെ വേണം ചെയ്യാൻ. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ, ലൈവായിട്ട് രണ്ടുപേരുടെ പെർഫോമൻസ് ഇവിടെ നിന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതിന് താങ്ക് യു സോ മച്ച്. കടല്, ആന, പ്രേം നസീർ, ഇതൊക്കെ എത്ര കണ്ടാലും മതിയാവൂലെന്നാണ്. അതിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് മാഷ്. അതായത് എത്ര കേട്ടാലും എത്ര കണ്ടാലും മതിയാവൂല. അത് തന്നെയാണ് ഞാൻ ഇങ്ങനെ വണ്ടടിച്ചിങ്ങനെ ഇരിക്കുക. വിദേശത്തൊക്കെ പല പരിപാടികളും ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എന്തായാലും എന്താണ് മാഷിന്റെ ഈ നിങ്ങൾ രണ്ടുപേരുടെ ഈ കോമ്പിനേഷൻ എന്ന് തുടങ്ങി, അതേക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ. 25 വർഷത്തിലധികമായി. ചെണ്ട എന്ന് പറയുന്നൊരു എല്ലാരും അസുരവാദ്യമായിട്ടാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നത്. പക്ഷെ ചെണ്ട കൊട്ടും ചെണ്ട വായിക്കുന്ന, അപ്പൊ തബല വായിക്കുക എന്നാ പറയാ, ഒരിക്കലും തബല കൊട്ടുക എന്ന് പറയില്ല. അങ്ങനെ ലോകത്തിന്റെ നെറുകയിൽ ചെണ്ടയിൽ എത്തിച്ചേരുന്ന ഒരു മഹാരഥനാണ്. നമ്മൾക്കൊക്കെ ഒരു വഴികാട്ടിയാണ് ശരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ശങ്കരൻ കുട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടിയായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഒരു കുട്ടിയായിട്ട്. അതെ മാഷേ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഈ സംഭവത്തിന്റെ പേര് തന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്നാണ്. അപ്പൊ ഇത്രയും മാസ്റ്റേഴ്സിന്റെ ഒപ്പം പങ്കെടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ, ഞാനൊരു ചെണ്ട കൊട്ടുകാരനാണ്. എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് ഇത്തരം വിനോദങ്ങളും സംഗീതം പ്രത്യേകിച്ചും. കേരളത്തിന്റെ ഉത്സവ ബിംബം എന്ന് മഹാകവി ഒളപ്പമണ്ണ വിശേഷിപ്പിക്കുന്ന ചെണ്ട, അതെല്ലാ സംഗീതത്തിന്റെയും കൂടെ കൂടുക, അതിനുള്ള ഭാഗ്യം ഉണ്ടാവുക. ഉള്ളിയേരി പ്രകാശ് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചു, എന്റെ പേര് ശങ്കരൻ കുട്ടി എന്നാണ്. ആ കുട്ടി ആയതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ ഏത് കളിക്കും, ഏത് കോമഡിക്കും ഞാൻ അവരെ കൂടെ കൂടുന്നുള്ളതാണ്. ത്രികായ എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട് ഞങ്ങളുടെ. എന്താണ് ത്രികായ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചെണ്ട, ശങ്കരേട്ടനും മക്കളും അറിയാലോ, മട്ടന്നൂർ ശ്രീകാന്ത്, ശ്രീരാജ്, അതുപോലെ മദ്ദളത്തിൽ കോട്ടക്കൽ രവി എന്ന് പറഞ്ഞ മഹാരഥൻ, ഇപ്പം നമ്മളെ ചെണ്ട, അതുപോലെ തിമില, എലത്താളം, ഇതിലെല്ലാം കൂടെ കൂട്ടത്തിൽ ഞങ്ങൾ കീബോർഡ്സ്, വയലിൻ, ബേസ് ഗിറ്റാർ, ഡ്രംസ്, കാണേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ്. ഒരുപാട് ഷോസ് ചെയ്തു. അതിനെല്ലാം അടിസ്ഥാനം ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ശങ്കരേട്ടൻ ഉഗ്രനായിട്ട് കഥകളി സംഗീതം പാടും, അതുപോലെ ഫിലിം സോങ്ങും എല്ലാം തന്നെ പാടും. ഇപ്പം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതെന്നറിയോ, പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയും, അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുമോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. വലിയ സന്തോഷം. പക്ഷെ ഈ കഥകളിപ്പദം ഉണ്ടല്ലോ, അതിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 വരി ഒന്ന് മൂളിയാ വലിയൊരു സന്തോഷമായിരിക്കും. അജിത ഹരേ ജയ മാധവ വിഷ്ണു, അജിത ഹരേ ജയ മാധവ വിഷ്ണു, പല ദിനമായി ഞാനും ബലഭദ്രനുജ നിന്നെ നലമൊട്ടും കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമം കൊണ്ടു കാവും സാധിച്ചതില്ലേ, നീല നീരത വന്നം ലളിത കമല രുചിര നയന മൃഗരേ.
താങ്ക് യു. ഓരോ കലയും ജനകീയമാക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില കലാകാരന്മാരുണ്ട്. അതെ. ഇപ്പൊ കഥാപ്രസംഗം പോലെ സാംബശിവൻ, അത് ജനകീയമായി ലോകത്തിലെ ഏറ്റവും വലിയ കലയായിട്ട് അത് മാറും. അതിന്റെ ഏറ്റവും വലിയ ആളാണ് ഈ പറയുന്ന നമ്മുടെ മാഷ്. ഇതൊക്കെ ജനങ്ങൾ തരുന്നൊരു സ്നേഹവും സപ്പോർട്ടും ആണല്ലോ, അതാണ് എല്ലാറ്റിന്റെയും വിജയം. മാഷെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജനലക്ഷങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ കൊട്ടിക്കേറുന്നത്. ഈ കൊട്ടിക്കേറി അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ച് ആത്മീയ തലത്തിലേക്ക് പോവാറുണ്ടോ? എപ്പോഴും ഉണ്ടത് ഉണ്ട്. നമ്മൾ സ്വയം ആസ്വദിച്ചും കൊണ്ട് നമുക്ക് ആ ആസ്വാദനത്തിൽ എത്താൻ പറ്റുവെച്ചാൽ ബാക്കി ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുന്നാണ് എന്റെ അനുഭവം. ഇത്രയും കാലം നമ്മൾ ഇതൊരു വലിയ പ്രാരബ്ധമുള്ള ജോലിയായിട്ടല്ല ഞാൻ ചെയ്യാറ്. കാണാൻ വരുന്നവർക്കും കേൾക്കാൻ വരുന്നവർക്കും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാം. കലയുടെ പൊതുവായ ധർമ്മം തന്നെ അതാണ്. ഏത് കലയായാലും, അത് കൊട്ടിലൂടെ ആയാലും പാട്ടിലൂടെ ആയാലും, അതൊക്കെയാണല്ലോ ലോകം. ഇതൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരൊറ്റ വിഷയം കല മാത്രമേ ഉള്ളൂ. ശങ്കരേട്ടാ, നമ്മളിപ്പോ 600-ാം എപ്പിസോഡിന്റെ ഒരു കാര്യത്തിനാണല്ലോ നമ്മളിവിടെ വന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് കൈയടിച്ച് കൂടാനായിട്ട് കുറച്ച് പാട്ടുകൾ, നമുക്ക് അപ്പപ്പോ വരുന്ന പാട്ടുകൾ ഇങ്ങനെ വായിച്ചാലോ? ഓ, തീർച്ചയായിട്ടും. അല്ലെ, എന്നാ പിന്നെ തുടങ്ങാം നമുക്ക്.